മാസപ്പടി കേസിൽ ഇ.ഡി. പ്രഥമ വിവര റിപ്പോർട്ട് ഫയൽ ചെയ്തു. ഇതോടെ ECIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. SFIO അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് ഇ.ഡിയുടെ നീക്കം. വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിയും CMRL-ഉം ഇ.ഡിയുടെ അന്വേഷണ പരിധിയിൽ വരും. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, എന്തായാലും മാസപ്പടി കേസിൽ, നോക്കുകൂലി കേസിൽ ഒരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നു. എന്തായാലും ഇ.ഡിയും ഈ കേസിൽ FIR ഫയൽ ചെയ്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തടിസ്ഥാനത്തിലാണ് ഇ.ഡി ഈ കേസിൻ്റെ അന്വേഷണം ഏറ്റെടുക്കുന്നത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അൽനമ്പ്യാർ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടിയിലേക്ക് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി കടന്നിരിക്കുന്നത്. SFIOയുടെ അന്വേഷണം പുരോഗമിക്കുന്ന അതേ ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, അതായത് ഇത്തരത്തിലുള്ള ഒരു മാസപ്പടി കേസിൽ കാര്യമുണ്ട് അല്ലെങ്കിൽ വിശദമായ ഒരു അന്വേഷണത്തിന് സാധ്യതകൾ ഉണ്ട് എന്ന് വ്യക്തമായതോടുകൂടിയാണ് ഇ.ഡി കടന്നിരിക്കുന്നത്. നേരത്തെ ആദായ നികുതി വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയിരുന്നു. അതിന് തുടർച്ചയായി തന്നെ SFIO കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുന്നു. അതിനിടയിലാണ് ഇതിലെ സാമ്പത്തിക ഇടപാടുകൾ, കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുന്നതിന് വേണ്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി പ്രഥമ വിവര റിപ്പോർട്ട് ECIR തയ്യാറാക്കി അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. ഈ പ്രഥമ വിവര റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ സമാനമായി, അതായത് SFIO നടത്തിയതിന് അന്വേഷണത്തിന് സമാനമായി കൂടുതൽ വിവരങ്ങൾ ഇവരിൽ നിന്ന് ശേഖരിക്കേണ്ടതുണ്ട്. എക്സലോജിക്കിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് SFIOയുടെ അന്വേഷണ പരിധിയിൽ നിലവിലുള്ള എല്ലാ വിഭാഗങ്ങളും, സ്ഥാപനങ്ങളാണെങ്കിലും മറ്റ് കമ്പനികളാണെങ്കിലും വ്യക്തികളാണെങ്കിലും എല്ലാവരും തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണ പരിധിയിൽ കൂടി വരും. സ്വാഭാവികമായും അവിടെ എക്സലോജിക്കുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കും. വീണ വിജയനിൽ നിന്നടക്കം വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ CMRL ബന്ധപ്പെട്ടും അന്വേഷണം മുന്നോട്ട് പോകും. അവിടെ നേരത്തെ SFIO പരിശോധന നടത്തി പ്രധാനപ്പെട്ട രേഖകൾ പലതും കണ്ടെടുത്തിരുന്നു. ആ രേഖകളുടെ പരിശോധനകൾ പൂർത്തിയായിരുന്നു. സമാനമായി തന്നെ ഈ രേഖകൾ, ഈ സാമ്പത്തിക ഇടപാടിന്റെ, അത് എക്സലോജിക്കുമായി വിവിധ സ്ഥാപനങ്ങൾ നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങൾ അടക്കമായിരിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശേഖരിച്ച് അന്വേഷണവുമായി മുന്നോട്ട് പോവുക. ഈ സാമ്പത്തിക ഇടപാടുകളിലെല്ലാം തന്നെ കള്ളപ്പണ ഇടപാടുകളോ ഫെമ നിയമ ലംഘനങ്ങളോ നടന്നിട്ടുണ്ടോ എന്നാണ് പ്രധാനമായും അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ടതുള്ളത്. ജിജീഷ്, അതാണ് പ്രധാനം. ജിജീഷ്, ഇ.ഡി കേസ് ഏറ്റെടുക്കണമെങ്കിൽ മണി ലോണ്ടറിങ് അവിടെ നടന്നിരിക്കുന്നു. അതിൻ്റെ സൂചനകൾ ഇ.ഡിക്ക് ലഭിച്ചിരിക്കുന്നു. കള്ളപ്പണ ഇടപാട് ഈ മാസപ്പടി കേസിൽ, നോക്കുകൂലി കേസിൽ ഉണ്ടായിരിക്കുന്നു എന്ന് പ്രഥമ ദൃഷ്ട്യാ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ഇപ്പോൾ ഇ.ഡി ഇതിൻ്റെ അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നത്. എന്തായാലും SFIOയുടെ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കും, മറുഭാഗത്ത് ഇ.ഡി അന്വേഷിക്കും. മാത്രമല്ല, ആദായ നികുതി വകുപ്പിൻ്റെ അന്വേഷണം അത് പൂർത്തിയായി. ആ ഫൈൻഡിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ, കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ SFIO അന്വേഷണം ഏറ്റെടുത്തത്. ഇപ്പോഴിതാ ഇ.ഡിയും ഏറ്റെടുക്കുമ്പോൾ അതിൽ സ്വാഭാവികമായും കള്ളപ്പണ ഇടപാട് നടന്നിരിക്കുന്നു. അപ്പോൾ കൂടുതൽ ഗുരുതരമാകുകയല്ലേ ഈ കേസ്? തീർച്ചയായും വലിയ ഒരു തലത്തിലേക്ക്, അല്ലെങ്കിൽ അതിഗുരുതരമായ തലത്തിലേക്ക് സ്വാഭാവികമായോ വീണ വിജയന്റെ കമ്പനി നടത്തിയിട്ടുള്ള അത് ചെറിയ ഒരു ഇടപാടുകളല്ല, സാമ്പത്തിക തട്ടിപ്പുകളല്ല, ഇടപാടുകളല്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം നീങ്ങുന്നത്. കാരണം നേരത്തെ തന്നെ ഒരു 12 കമ്പനികളെ സംബന്ധിച്ച വിവരങ്ങൾ SFIO ശേഖരിച്ചിരുന്നു. ഈ 12 കമ്പനികൾ വീണ വിജയന്റെ എക്സലോജിക്കിന് സാമ്പത്തിക സഹായങ്ങൾ നൽകിയിട്ടുണ്ട്, പണം നൽകിയിട്ടുണ്ട്. ഇതെല്ലാം ചില സേവന വ്യവസ്ഥകളുടെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ നൽകിയ സേവനത്തിന് പ്രത്യുപകാരമായി നൽകിയതാണ് എന്ന കാര്യമായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഒരു സേവനം പോലും CMRL-ലുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ടായിരുന്നില്ല. ഈ 12 കമ്പനികളുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ ഇവരോടെല്ലാം തന്നെ SFIO ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നതും എന്തിന് പണം നൽകി എന്നത് തന്നെയാണ്. അവിടെയാണ് ഈ കമ്പനികളുടെ കള്ളപ്പണ ഇടപാടുകൾ, കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ, ഈ മാസപ്പടിയുമായി ബന്ധപ്പെട്ട് തുടർന്ന് വിശദമായ അന്വേഷണം നടത്തുമ്പോൾ അതിലുള്ള
പണം എന്ന് പറയുന്നത് അത് എക്സലോജിക്കിന് ലഭിച്ചിരിക്കുന്ന പണമാണെങ്കിലും അത് നൽകിയവരുടെ പണമാണെങ്കിലും അത് ഏത് തലത്തിൽ അല്ലെ നിയമാനുസൃതമായിരുന്നോ എന്ന കാര്യം പരിശോധിക്കണം. വിദേശത്ത് നിന്ന് ഈ പണമിടപാടുകൾ രാജ്യത്തേക്ക് നടത്തുമ്പോൾ കേരളത്തിനകത്തേക്ക് നിരവധി സാമ്പത്തിക ഇടപാടുകൾ വീണ വിജയന്റെ കമ്പനിയുമായി ഇടപാട് നടത്തിയ കമ്പനികൾ പലവട്ടം നടത്തിയിട്ടുണ്ട്. ആ കമ്പനികൾക്കെല്ലാം തന്നെ വിദേശ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു. സ്വാഭാവികമായും അവിടെ ഫെമ നിയമ ലംഘനം അല്ലെങ്കിൽ വിദേശ നാണ്യ വിനിമയ ചട്ടങ്ങളുടെ ലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്ന പരിശോധന നടക്കേണ്ടതുണ്ട്. അതും പ്രധാനമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണ പരിധിയിൽ വരുന്ന കാര്യമാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിശദമായി അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യമാണ്. ഈ ഒരു ഘട്ടത്തിൽ അതായത് വിവിധ അന്വേഷണ ഏജൻസികൾ ഓരോ അന്വേഷണ ഏജൻസികളും പുതിയ പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നീക്കുമ്പോൾ ഈ അന്വേഷണം ചെന്ന് എത്തുന്നത് വീണ വിജയനിലേക്കാണ്, എക്സലോജിക്കിലാണ്, മുഖ്യമന്ത്രിയുടെ മകളിലേക്കാണ്, അതിലെ ദുരൂഹതകളിലേക്ക് തന്നെയാണ്. അവിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും കണ്ടെത്തേണ്ടത് ഈ എക്സലോജിക്ക് കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് സഹായങ്ങൾ നൽകിയിട്ടുണ്ടോ അല്ലെങ്കിൽ എക്സലോജിക്കിന്റെ കള്ളപ്പണം വെളുപ്പിക്കുന്ന നടപടികൾ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യമാണ്. കാരണം നേരത്തെ ഷോൺ ജോർജ് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം അത് തന്നെയായിരുന്നു. ഹൈക്കോടതിയിൽ BJP നേതാവ് ഷോൺ ജോർജ് പ്രധാനമായും ആവശ്യപ്പെട്ടിരുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണമോ CBIയുടെ അന്വേഷണമോ വേണം. CBIയുടെ അന്വേഷണം എന്ന് പറയുന്നത് ഇവിടെ രാഷ്ട്രീയ നേതാക്കൾ അടക്കം രാഷ്ട്രീയ നേതാവിന്റെ മകൾ, മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ടതാണ്. സ്വാഭാവികമായും പൊതുപ്രവർത്തകരുടെ അഴിമതിയുമായി ബന്ധപ്പെട്ട കേസുകൾ വരുമ്പോൾ അവിടെ CBI അന്വേഷണത്തിന് സാധ്യതയുണ്ട്. ഒന്നുകിൽ സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ കോടതി നേരിട്ടോ അതിനുള്ള നിർദ്ദേശം നൽകണം. ഇവിടെ സംസ്ഥാന സർക്കാർ എല്ലാ അന്വേഷണങ്ങളും അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന പശ്ചാത്തലത്തിൽ അവിടെ CBI അന്വേഷണത്തിന് സാധ്യതകൾ സംസ്ഥാന അല്ല ജിജീഷ്, മറ്റൊരു കാര്യം കൂടി ഇവിടെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അതായത് മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ MLA സമീപിച്ചിരുന്നു. പക്ഷേ അത് നിരാകരിക്കുകയായിരുന്നു. വിജിലൻസ് അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് അത് തള്ളുകയായിരുന്നു. അവിടെയാണിപ്പോൾ ED രംഗത്ത് എത്തിയിരിക്കുന്നത്. ജിജീഷ്, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണയുടെ എക്സാലോജിക്, അതുപോലെ കർത്തയുടെ CMRL, ഇത് രണ്ടും അന്വേഷണ പരിധിയിൽ വരും. KSIDCയുടെ ഇൻവോൾവ്മെൻറ്റ്, ഈ ഇടപാടിലുള്ള അവരുടെ പങ്ക് കൂടി EDയുടെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരുമോ? തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം വരുന്നുണ്ട്. KSIDCയുടെ ഇടപാടുകൾ കൂടി ഇവിടെ അന്വേഷണ പരിധിയിലേക്ക് എത്തും. മുഴുവൻ കമ്പനികളും ഈ മാസപ്പടി ഇടപാടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എക്സലോജിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമ്പനികൾ, അതിന് ഏറ്റവും അധികം സാമ്പത്തിക സഹായം നൽകിയിട്ടുള്ള CMRലുമായി ബന്ധപ്പെട്ടുള്ള കമ്പനികൾ എന്ന നിലയിൽ KSIDC ഇതിൽ പ്രധാനമായും അന്വേഷണം നേരിടാൻ പോവുകയാണ്. ഒരു സംസ്ഥാന സർക്കാരിന്റെ സ്ഥാപനം, പൊതുമേഖലാ സ്ഥാപനം ഇക്കാര്യത്തിൽ അന്വേഷണ പരിധിയിലേക്ക് എത്തുന്നു. എല്ലാ ഘട്ടത്തിലും അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ഈ KSIDCയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. SFIയുടെ അന്വേഷണം മുന്നോട്ട് പോയിരുന്നപ്പോൾ ആ അന്വേഷണം തടയാനുള്ള നീക്കമായിരുന്നു, ആ അന്വേഷണം തടസ്സപ്പെടുത്താനുള്ള നീക്കമായിരുന്നു. എങ്ങനെയാണോ CMRL നടത്തിയിരുന്നത്, എങ്ങനെയാണോ എക്സലോജിക്ക് ഇക്കാര്യത്തിൽ ഈ അന്വേഷണം തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നത്, അതുപോലെ തന്നെയുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ അവിടെയും ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണവും KSIDCയിലേക്ക് കൂടി നീങ്ങുകയാണ്. KSIDCയുടെ പണം അവിടെ വിനിയോഗിച്ചിട്ടുണ്ട്, അവരുടെ ഷെയറുകൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അവർക്ക് കൂടി പങ്കാളിത്തമുള്ള ഒരു സ്ഥാപനമാണ് CMRL എന്നതുകൊണ്ട് തന്നെ CMRL നൽകിയിരിക്കുന്ന പണമിടപാടുകളിൽ സ്വാഭാവികമായും അന്വേഷണ പരിധിയിൽ തന്നെ വരുന്നു. അങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട ഒരു വിവാദത്തിൽ ഉൾപ്പെട്ട കമ്പനികൾ, ഒന്ന് CMRലും എക്സലോജിക്കും ഒപ്പം തന്നെ KSIDC, ഈ മൂന്ന് സ്ഥാപനങ്ങളും അന്വേഷണത്തിന്റെ പരിധിയിലേക്ക്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണ പരിധിയിലേക്ക് വരുന്നു. അധികം വൈകാതെ തന്നെ നിർണായകമായ ചില ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകും. പ്രധാനപ്പെട്ട ചില ആളുകളെ ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തുകൊണ്ടായിരിക്കും അന്വേഷണ സംഘം മുന്നോട്ട് പോവുക, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് പോവുക. നിലവിൽ പ്രഥമ വിവര റിപ്പോർട്ട് തയ്യാറാക്കിയതോടുകൂടി തന്നെ അന്വേഷണ ഘട്ടത്തിലേക്ക് അന്വേഷണ സംഘം കടന്നു കഴിഞ്ഞു. ഇനി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കേണ്ടവരുടെ പട്ടിക തയ്യാറാക്കുന്നു. ഒപ്പം തന്നെ നേരത്തെ പരിശോധിച്ച SFIO പരിശോധിച്ച വിവരങ്ങൾ, ആ രേഖകൾ ഒരിക്കൽ കൂടി പരിശോധിക്കണം. സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കേണ്ടതുണ്ട്. ബാങ്കുമായി നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ, ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ അടക്കമുള്ള വിവരങ്ങൾ, ബാങ്കിലെ അക്കൗണ്ട് വിവരങ്ങൾ അടക്കം ശേഖരിച്ചുകൊണ്ടായിരിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് പോവുക. നിരവധി ആളുകളെ, നിർണായകമായ നിരവധി ചോദ്യം ചെയ്യലുകളും ഇതുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടുത്ത ദിവസങ്ങളിൽ നടത്തുകയും ചെയ്യും. മാസപ്പടി കേസിൽ കള്ളപ്പണ ഇടപാടോ ഉണ്ട് എന്ന സൂചനകളാണ് ഇപ്പോൾ ED ഈ കേസിൽ അന്വേഷണം ഏറ്റെടുത്തതിലൂടെ മനസ്സിലാവുന്നത്. മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രഥമ വിവര റിപ്പോർട്ട് FIR ഫയൽ ചെയ്തിരിക്കുന്നു. ഇതോടെ ECIR രജിസ്റ്റർ ചെയ്ത അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ് ED.
സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് ഇപ്പോൾ ഇ ഡിയും അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നത്. വീണ വിജയൻ്റെ എക്സാലോജി കമ്പനിയും കർത്തയുടെ CMRLും ഇ ഡിയുടെ അന്വേഷണ പരിധിയിൽ വരും. ജിജീഷ് കരുണാകരനാണ് കൊച്ചിയിൽ നിന്ന് വിശദമായ റിപ്പോർട്ട് നൽകിയത്.